ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. 8ാം ക്ലാസ്സിലെ മാത്സിന്റെ 3rd ചാപ്റ്റർ പോളിഗൺ, ബഹുഭുജങ്ങൾ. അതിലെ പേജ് നമ്പർ 54 നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കണക്ക് തന്നിരുന്നു. എല്ലാവരും ചെയ്ത് നോക്കിയോ? അതിൽ തന്നിട്ടുണ്ടായിരുന്നു ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്ക് സുഖമായിട്ട് ചെയ്ത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, ശരിയാണോ നോക്കുക. എല്ലാവരും ചെയ്തത് ശരിയാണോ നോക്കുക. ഇത് 110 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഈ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു അല്ലെ? എങ്ങനെയാ കണ്ടുപിടിക്കാം? അതിന് ഞാൻ പറഞ്ഞു 3 ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ? പക്ഷെ ഇവിടെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. ദീസ് 2 ലൈൻസ് PQവും SRും പാരലൽ ആണ് എന്ന്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്? കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ആ തിയറി ചെയ്യാൻ പറഞ്ഞിരുന്നു. ചെയ്തില്ല എല്ലാവരും? കോ ഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര വരണം? 180. ആന്തര സഹകോണുകൾ കേട്ടോ, മലയാള മീഡിയക്കാരുടെ വാക്കാണ്. ആന്തര സഹകോണുകള് കോ ഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി ആണ്, 180 ആണ് എന്ന് പറഞ്ഞാൽ ഇത് 110 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? 180 110 കുറച്ചാൽ ബാക്കി എത്ര കിട്ടി? ഈ ആംഗിൾ 70. ഇപ്പൊ 3 ആംഗിൾ കിട്ടി. ഇനി സുഖമായിട്ട് കണ്ടുപിടിച്ചൂടെ? ഒന്ന് പറഞ്ഞേ. ഇത് 3ഉം കൂടി കൂട്ടിയാൽ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. എസ് കണ്ടുപിടിക്കണമെങ്കിൽ എത്രയാണ് എസ് വരിക? ഇത് 3ഉം കൂടി കൂട്ടി. എല്ലാരും കൂട്ടിയില്ലേ? 50 പ്ലസ് 70 പ്ലസ് 110. ഈ 3ഉം കൂടി കൂട്ടുമ്പോ എത്ര കിട്ടി? 110 180 230 അല്ലെ? 230 കിട്ടും. അപ്പൊ 230 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്കുള്ളതാണ് ഈ ആംഗിൾ. എന്ന് വെച്ചാൽ ഈ 4 കൂടി കൂട്ടിയാൽ എത്ര വരണം? 360 വരണം. അതിൽ 3 കൂടി കൂട്ടിയപ്പോ 230 കിട്ടി. സോ ആംഗിൾ എസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? ആംഗിൾ എസ് കാണാൻ 360 നിന്ന് ഈ 230 കുറയ്ക്കണം. 130. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടി 130 ഡിഗ്രി. കിട്ടിയ എല്ലാവർക്കും മനസ്സിലായേ? 4 ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാനോ അതിലും എളുപ്പമാണ്. നമുക്ക് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? ആദ്യം ഈ ഒരൊറ്റത് തുടങ്ങാം. ഇത് 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 50 എത്രയാ വേണ്ടത്? 180 നിന്ന് 50 കുറച്ചാൽ ഇത് എത്ര കിട്ടി? 130 ഡിഗ്രി. ഇവിടെ ഇത് 70 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 ആണ് ആകെ വേണ്ടത് അല്ലെ? അതിൽ നിന്ന് അവിടെ 70 പോയി കഴിഞ്ഞാൽ 180 70 കുറച്ചാൽ ബാക്കി എത്രയാ? 110. ഇനി ഈ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 110 ആണ്. അപ്പൊ 180 110 കുറച്ചാൽ 70. ഇനി ഈ ഔട്ടർ ആംഗിൾ കിട്ടിയെങ്കിൽ 130 ആണ്. 180 ആണ് ടോട്ടൽ വേണ്ടത്. 180 130 കുറച്ചാൽ ബാക്കി ഇവിടെ എത്രയാണ്? 50. കിട്ടിയില്ലേ? എല്ലാവർക്കും ശരിയാണോ നോക്കാം. ഇന്നലെ ചെയ്തിട്ട് വരാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇനി ശരിയാണോ നോക്കാം. തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റുക കേട്ടോ. തെറ്റിയിട്ടുണ്ട്, ആരെങ്കിലും ചെയ്ത് തെറ്റുണ്ടെങ്കിൽ ശരിയാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. And the third question, draw a quadrilateral and mark any 2 outer angle. എവിടെയെങ്കിലും അടയാളപ്പെടുത്തിക്കോളാം 2 outer angle. Is there any relation between the sum of these 2 and the inner angles at the 2 vertices? ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ചതുർഭുജം വരച്ച് ഏതെങ്കിലും 2 മൂലകളിലെ പുറം കോണുകൾ അടയാളപ്പെടുത്താൻ. ഇവയുടെ തുകയും മറ്റു 2 മൂലയിലെ അകക്കോണിന്റെ തുകയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് ഈ 2 ബാഹ്യകോണുകൾ അടയാളപ്പെടുത്താൻ പറഞ്ഞു. അത് 2 കൂടി കൂട്ടണതും മറ്റു 2 മൂലയിലെ അകക്കോണുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളോട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ചതുരം വരയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ ചതുർഭുജം, 4 വശം ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെ വരച്ചു പോയിരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഒരു പാരലോഗ്രാം വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ട്രപ്പീസിയം, എല്ലാം 4 വശമുള്ളതാണ് അല്ലെ? 4 വശമുള്ള എങ്ങനത്തെ ഒരു പോളിഗൺ വേണമെങ്കിലും വരയ്ക്കാം. എന്നിട്ട് അതിന്റെ 2 എക്സ്റ്റീരിയർ ആംഗിൾ അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. നമ്മളിപ്പോ പടത്തിൽ സൗകര്യത്തിന് വേണ്ടി അടിയിൽ 2 എക്സ്റ്റീരിയർ ആംഗിൾസ് വരച്ചു. ഈ 2 എക്സ്റ്റീരിയർ ആംഗിൾസും ഇപ്പൊ ഇവിടെ നമ്മൾ പേര് കൊടുക്കാണ് ABCD ആണെങ്കിൽ
എക്സ്റ്റീരിയർ ആംഗിൾസും ഈ ആംഗിൾ ഡിയും ആംഗിൾ സിയും കൂടി കൂട്ടുന്നത് തമ്മിൽ എന്താ ബന്ധം? ചോദ്യം മനസ്സിലായോ? എന്താ ചോദ്യം? ഒരു ക്യാബിലാറ്റ വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ രണ്ട് എക്സ്റ്റീരിയർ ആംഗിൾസ്, നമ്മളിപ്പോ എക്സ് ഇത് വൈ കൊടുക്കുകയാണെങ്കിൽ ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഈ ഡിയും സിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ആദ്യം ഇന്നർ ആംഗിൾസ് എഴുതാം. എന്താ ഇന്നർ ആംഗിൾസ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി. എത്രയാണ്? എയും ബിയും സിയും ഡിയും ആംഗിൾസ് എത്രയായിരിക്കും? സം ഓഫ് ദ ഇന്നർ ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇറ്റ് ഈസ് 360 ഡിഗ്രി അല്ലേ? അത് എത്രയാണ്? 360 ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചതുർഭുജത്തിന്റെ ആന്തര കോണിന്റെ തുക 360. എല്ലാവർക്കും അറിയാം അല്ലേ? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി കൂടി കൂട്ടിയാൽ 360 ആണ്. ശരിയോ? ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാ? ലീനിയർ പെയർ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ലീനിയർ പെയർ 180 ആണ്. അപ്പൊ നമ്മൾ എഴുതാം എക്സ് പ്ലസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180, എക്സ് പ്ലസ് വൈ പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 അല്ലെ? എക്സും എയും കൂടി കൂട്ടിയാൽ 180 ആണ്, വൈയും ബിയും കൂടി കൂട്ടിയാൽ 180 ആണ്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഇത് ഏതൊക്കെയാണ്? ഈ ആംഗിൾസ്, ഈ പുറത്തത്തെ ആംഗിൾസും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇനി നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടുകയാണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ എത്രയാണ് വരുന്നത്? എക്സ് പ്ലസ് വൈ അല്ലെ? പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 പ്ലസ് 180 360. അപ്പൊ ആദ്യം നമ്മൾ എഴുതിയത് എന്താണ്? ആന്തര കോണുകള്, ഇന്റീരിയർ ആംഗിളിന്റെ സമ്മാണ് ഇവിടെ. ഇത് എയും ബിയും സിയും ഡിയും കൂടി കൂട്ടിയാൽ 360. അതിന്റെ ബ്രാക്കറ്റിൽ റീസൺ കൊടുക്കണം. എന്താണ്? ആന്തര കോണുകളുടെ തുക ഇന്നർ ആംഗിൾസിന്റെ സമ്മ് 360 ആണ്. അതുപോലെ തന്നെ ഈ എക്സ് പ്ലസ് എ 180 ആണ്, ബി പ്ലസ് വൈ 180 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടി? 180 കൂടി കൂട്ടുമ്പോൾ 360. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് എ പ്ലസ് ബി 360 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഈക്വലൈസ് ചെയ്തതിൽ കൂടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ എഴുതാൻ പോണത്? ഇവിടെ ഈ സ്റ്റെപ്പ് ഒന്നും കൂടി എടുത്ത് എഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 360. കിട്ടില്ലേ? അപ്പൊ ഇപ്പൊ ഇത് രണ്ടും 360. ഇതിന്റെ ഉള്ളിലത്തെ 4 കൂടി കൂട്ടിയാൽ 360. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180. അപ്പൊ ഈ രണ്ട് ആംഗിൾസും ഫുള്ള് കൂട്ടുമ്പോൾ നമുക്ക് 360 കിട്ടി. ഇനി നമ്മള് ഇത് 360 ആണ്, ഇത് 360 ആണെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഈക്വലൈസ് ചെയ്തൂടെ? ഈ പ്രൂവിങ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി ഈക്വലൈസ് ചെയ്യണമെങ്കിൽ നോക്കാം. ഇത് 360, ഇത് 360. അപ്പൊ നമ്മൾ അത് രണ്ടും കൂടി ഈക്വൽ ആക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 360. അപ്പൊ ഇത് 360. അപ്പൊ ഇത് ഈക്വൽ ആക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. ഇത് 360, ഇത് 360. മനസ്സിലായില്ലേ എല്ലാവർക്കും? രണ്ടും 360 ആണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് ഈക്വലൈസ് ചെയ്യുന്നു. ഇനി കോമൺ ആയിട്ട് നമുക്ക് കളയാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബിയും ഇവിടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പൊതുവായിട്ടുള്ള നമ്മൾ മാറ്റി. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ സി പ്ലസ് ഡി ആണ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. എന്താ ഇത് തമ്മിലുള്ള ബന്ധം? ഈ രണ്ട് ബാഹ്യ കോണുകൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ. അത് ഈ രണ്ട് കോണുകൾക്ക് തമ്മിലുള്ള ബന്ധം സി പ്ലസ് ഡിയുടെ തുകയ്ക്ക് തുല്യമാണ്. എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ അപ്പൊ എന്താ ബന്ധം ഇവിടെ? അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ചോദ്യത്തിന് നോക്കി അതിന്റെ ഉത്തരം എഴുതാൻ പറഞ്ഞുതരാതിന് നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വെറുതെ ഇത്രയും ചെയ്ത് വെക്കരുത് കേട്ടോ. നിങ്ങള് ക്വസ്റ്റ്യനിൽ നോക്കി ശരിക്കും ഉത്തരം കംപ്ലീറ്റ് ആക്കാം. ഇവിടെ ചോദ്യം ഇതായിരുന്നു: ഒരു ചതുർഭുജം വരച്ച് ഏതെങ്കിലും രണ്ട് മൂലയിലെ പുറം കോണുകൾ എക്സ് പ്ലസ് വൈ അല്ലെ അടയാളപ്പെടുത്തിയിട്ട് ഇവയുടെ തുകയും ഈ എക്സ് പ്ലസ് വൈയുടെ തുകയും ഇതാണ് എക്സ് പ്ലസ് വൈയുടെ തുക മറ്റു രണ്ട് മൂലയിലെ അകക്കോണിന്റെ മറ്റു രണ്ട് മൂലകൾ ഇതല്ലേ, ഈ മൂല
ഈ മൂല കഴിഞ്ഞാൽ മറ്റു രണ്ട് മൂലകൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും. ആംഗിൾ ബിയും ആംഗിൾ സിയുടെയും അകക്കോണുകളുടെ തുകയും തമ്മിലുള്ള ബന്ധം എന്താണ്? തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താ ബന്ധം? അപ്പൊ നിങ്ങൾ എഴുതുമ്പോ എങ്ങനെ എഴുതണം? ചോദ്യത്തിന് തന്നെ അടയാളപ്പെടുത്തി എഴുതാം. ചതുർഭുജത്തിലെ ഏതെങ്കിലും രണ്ട് അടയാളപ്പെടുത്തട്ടോ, അതിന് എടുത്ത് എഴുതണം. ചതുർഭുജത്തിലെ ഏതെങ്കിലും രണ്ട് മൂലയിലെ പുറം കോണുകളുടെ തുകയും മറ്റു രണ്ട് മൂലയിലെ അകക്കോണിന്റെ തുകയും തുല്യമാണ്. കിട്ടിയില്ലേ സ്റ്റെപ്പ്? ശരിക്കും ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതാം. ചോദ്യം വായിച്ചു നോക്കിയിട്ട് അതിന് ഉത്തരം എഴുതാം കേട്ടോ. ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ ആൻഡ് മാർക്ക് ദ ടു ഔട്ടർ ആംഗിൾസ്. And is there any relation between the sum of these two and the inner angle at the other two vertices? അപ്പൊ ലാസ്റ്റ് ലൈൻ ആണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. എന്താണ്? ഈസ് ദർ എനി റിലേഷൻ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന്. അപ്പൊ അത് എഴുതരുത്, അത് കഴിഞ്ഞിട്ടുള്ളത് എന്താ എഴുതാം? The sum of the outer angles of any two vertices, sum of the outer angle of any two vertices of a quadrilateral is equal to, the sum of the outer angles of any two vertices of a quadrilateral is equal to, ആണ് ഇതിന് sum of the inner angles of other two vertices. കിട്ടിയല്ലായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, the fourth question ആണ്. In a polygon with all the angles equal, one outer angle is twice the inner angle. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. In a polygon with all the equal angles, ഒരു കോണുകളെല്ലാം തുല്യമായിട്ട് ബഹുഭുജത്തിന്റെ ഒരു ബാഹ്യകോൺ ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ 2 മടങ്ങാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ഇസ് ഈച്ച് ആംഗിൾ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾ എത്രയാണെന്ന് എന്താ ഇവിടെ ചോദിക്കുന്നത് പോലെ? ഒരു പോളിഗണിലെ വിത്ത് ഓൾ ആംഗിൾസ് ഈക്വൽ, അങ്ങനെയാണെങ്കിൽ മാത്രം പറ്റോട്ടെ. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഔട്ടർ ആംഗിൾ ഈസ് ട്വൈസ് ആൻഡ് ഇന്നർ ആംഗിൾ. ഏതൊരു പോളിഗന്റെ, ഇപ്പൊ പോളിഗൻ ഇവിടെയാണ് ഇങ്ങനെ വരുന്നത് അല്ലെ, ഈ പോളിഗന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഔട്ടർ ആംഗിൾ ഇസ് ട്വൈസ് ആൻഡ് ഇന്നർ ആംഗിൾ. അപ്പൊ ഇന്നർ, ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പോളിഗൺ കോണത്, ഇതാണ് ഉൾവശം. ഈ ഇന്നർ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇതിന്റെ ട്വൈസ് 2 ഇരട്ടിയാണ് എന്ന് പറഞ്ഞാൽ 2x കൊടുക്കാം. ഉള്ളിലെ കോൺ എക്സ് ആണെങ്കിൽ ബാഹ്യ കോൺ അതിന്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞത്. ഇനി നമ്മളോട് 2 ആംഗിൾസും കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിൽ തിയറി ഉണ്ട്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ്? ലീനിയർ പെയർ. ഒരു എക്സ്റ്റീരിയർ ആംഗിളും ഒരു ഇന്റീരിയർ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പൊ നമുക്ക് വേഗം കണ്ടുപിടിക്കാം. x + 2x = എത്രയാണ്? 180. x + 2x എന്ന് പറഞ്ഞാൽ 3x ആണ് 180. സോ x = എത്രയാ വരുന്നത്? 180/3 18 അല്ലെ? 3×18 അപ്പോ 60. അപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി? 60 ഡിഗ്രി. പക്ഷെ അത് മാത്രം പോരാട്ടോ, രണ്ടാമത്തെ ആംഗിളും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ആംഗിൾ 60 ആണെങ്കിൽ ഇത് 2 × x ആണ്. 2 × 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഡിഗ്രി. എന്നിട്ട് നിങ്ങൾ എടുത്തെഴുതാം ഇന്റീരിയർ ആംഗിൾ, ഇന്നർ ആംഗിൾ, ആന്തരകോൺ 60ഉം ബാഹ്യകോൺ 120. അപ്പൊ ശരിയായില്ലേ? ആന്തരകോൺ. ഇനി അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇനി ഇതിൽ എത്ര വശങ്ങൾ ഉണ്ടെന്ന്? നമ്പർ ഓഫ് സൈഡ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിലെ നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം കാണാൻ നമ്മളൊരു ഫോർമുല ഞാൻ പറഞ്ഞിരുന്നു. ഔട്ടർ ആംഗിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോർമുല എന്താണ്? n = 360 ഔട്ടർ ആംഗിൾ ആണ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ഔട്ടർ ആംഗിൾ ആണ് കേട്ടോ. ഇവിടെ 2x ആണ് കേട്ടോ ഇവിടുത്തെ. അല്ലാണ്ട് ഈ എക്സ് എഴുതരുത്. ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് തെറ്റിക്കരുത്. ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ 60 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിൾ ആണ്, ഔട്ടർ ആംഗിൾ ആണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പൊ ഫോർമുല ശരിക്കും എഴുതണം. നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം കാണാൻ 360 ഒരു ബാഹ്യകോൺ 1 എക്സ്റ്റീരിയർ ആംഗിൾ, അങ്ങനെ എഴുതിക്കിട്ട് നിങ്ങള് 360 1 എക്സ്റ്റീരിയർ ആംഗിൾ, ഒരു ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു ബാഹ്യകോൺ, ഇവിടുത്തെ ബാഹ്യകോൺ 120 ആണ് അല്ലെ? ഇതാണ് ഉള്ളിലത്തെയാണ് 60 എങ്കിൽ ഇത് 120 ആണ്. അപ്പോ
വെട്ടിക്കളഞ്ഞു. 12, 24, 36, 3. അപ്പൊ എത്ര വശമുണ്ട് ഇതിന്? 3 വശം ഉണ്ടാകുമെന്ന്. ശരിയോ? അപ്പൊ ബാഹ്യകോൺ 360 ഉള്ള ഒരു പോളിഗണില് എത്രയുണ്ട്? ബാഹ്യകോൺ 120 കേട്ടോ. 120 വരുന്ന ഒരു പോളിഗൺ, ഒരു ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം 3 ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആയിരിക്കും. കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ഇത് അവസാനിക്കുകയാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് the sum of the outer angle of the polygon is twice the sum of the inner angle. How many sides does it have? What if the sum of the outer angle is half the sum of the inner angle and if the sum is equal? എത്ര വരും നോക്കാം. ഇവിടെ the sum of the outer angle of the polygon, ഒരു പോളിഗന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is twice the sum of the inner angle. ഇന്നർ ആംഗിൾ x ആണെങ്കിൽ അതിന്റെ twice ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ twice ആണ്. How many sides does it have? അതിന് എത്ര വശങ്ങൾ ഉണ്ട്? അത് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടുപിടിച്ചതാണ്, നമുക്കറിയാം അല്ലെ എത്ര വശങ്ങളുണ്ട്. ഇത് സം ആദ്യം കണ്ടുപിടിക്കണം. അത് ഇപ്പൊ തന്നെ നമ്മൾ ചെയ്തത് തന്നെ ചെയ്യാം. x + 2x എത്രയാണ്? 180 ആണെങ്കിൽ x + 2x നമുക്ക് എത്ര കിട്ടി? 180 അല്ലെ? അതിൽ നിന്ന് 2x നമുക്ക് കിട്ടി എത്രയാണ്? ഇപ്പൊ തന്നെ ചെയ്തു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണ് ഇവിടെ? x + 3 x is equal to 180. So x is equal to 180/3 60. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാണ്? 120 ആണ് അല്ലെ? ഇരട്ടിയാണ് തന്നിട്ടുണ്ട്. ഇനി how many sides does it have? അതിന് എത്ര വശങ്ങൾ ഉണ്ട് എന്ന്. എത്ര വശങ്ങൾ ഉണ്ടെന്ന് കാണാനായിട്ട് നമ്മൾ പറഞ്ഞു, അതും നമ്മൾ ഇപ്പൊ തന്നെ ചെയ്തു. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്തു. 360 ഡിവൈഡഡ് ബൈ 120. എത്ര കിട്ടിയത്? ഇവിടെ 3 sides അല്ലെ? 3 വശം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലെ what if the sum of the outer angle is half the sum of the outer inner angle? ഇന്നർ ആംഗിളിന്റെ പകുതിയാണെങ്കിൽ, അപ്പൊ ഇത് x ആണെങ്കിൽ ഇതിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് ഇതിന്റെ ഇന്നർ ആംഗിളിന്റെ പകുതി. ഇത് x ആണെങ്കിൽ ഇത് എത്രയാണ്? ഹാഫ് ഓഫ് ദ x ആണെങ്കിൽ എത്രയായിരിക്കുന്നത്? അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടാം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ എന്താണ്? x + ഹാഫ് x എത്ര കിട്ടണം? 180. x + ഹാഫ് x 1 + അര എത്രയാണ്? 1.5x എന്ന് പറഞ്ഞാൽ 180 ആണ്. സോ x is equal to 180. ഇത് 1.5 നമ്മൾ ശരിയാക്കും. 1.5 എന്ന് പറയുമ്പോ എത്രയാണ്? 3/1 × 2 2 + 1 3/2x എന്നാക്കാം അല്ലെ? 1.5ക്ക് നമ്മൾ പകരം എന്ത് എഴുതാം? 3/2x ആക്കാം. ഈ x is equal to 3/2 ഇങ്ങോട്ട് പോകുമ്പോൾ എത്ര കിട്ടും? 2/3. ഇനി വെട്ടിക്കളഞ്ഞൂടെ എത്രയാണ്? 6. 60 × 2 എത്രയാണ്? 120. അപ്പൊ ഇപ്പോഴത്തെ പടത്തിൽ നമുക്ക് ഇവിടെ വരുന്നത് എത്രയാണ്? ഇത് 120ഉം ഇത് എത്ര കിട്ടും? 60 കിട്ടും. പകുതിയാണെന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇന്റീരിയർ ആംഗിൾ നമുക്ക് കിട്ടി. ഇന്നർ ആംഗിൾ നമുക്ക് 120 കിട്ടുകയാണെങ്കിൽ ഔട്ടർ ആംഗിൾ നമുക്ക് 60 കിട്ടി. ഇനി ഇതിന്റെ ഔട്ടർ ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈ ഔട്ടർ ആംഗിൾ എന്ന് ഇതിന്റെ ഹാഫ് ആണ്. അപ്പൊ ഇത് എത്ര കിട്ടി? നമുക്ക് 60 ആണ് എന്ന്. ഇനി ഇതിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. if the sums are equal, ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് എക്സും ഇതും എക്സ് ആണെന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ കാണാം? ഇതുപോലെ തന്നെ കാണാം. x + x is equal to 2x ആണ്. അതാണ് 180. അപ്പൊ ഇത് എത്ര കിട്ടി? 90ഉം ഇത് 90. അപ്പൊ ഔട്ടർ ആംഗിള് എത്ര കിട്ടി? 90 ആണ്. ഇന്ന് കാരണം 2x ആണ് 180. അപ്പൊ x is equal to 180. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് 90. അപ്പൊ ഇതിൽ എത്ര സൈഡ് ഉണ്ടാവും? 90 വന്നെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 90 എന്ന് പറയുമ്പോൾ ഇത് എത്രയാണ്? 9 4. അപ്പൊ എത്രയാണ്? 404 സൈഡ് ഉണ്ട്. കിട്ടിയില്ലേ? അപ്പൊ ഇത് 4 സൈഡാണ്. ഓരോന്നിന്റെയും വശങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ആ ടോപ്പിക് നമ്മുടെ കഴിഞ്ഞു. അടുത്ത ടോപ്പിക് റെഗുലർ പോളിഗൺ. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.